ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പ്രകടന പത്രികയിലും അത് വേണ്ട രീതിയിൽ ഫലപ്രദമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത്, പ്രചരണ സമയത്ത് ആകെ ഒരു അജണ്ട ഉണ്ടാകാൻ പാടുള്ളൂ, പൗരത്വ നിയമം. എന്താ അതിന്റെ ഗുണം? ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനരോഷം, അമർഷം ഇതൊന്നും ചർച്ച ചെയ്യപ്പെടരുത്. അതിനുവേണ്ടിയിട്ടാണ് അത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സ്നേഹം പൗരത്വ നിയമ വിരുദ്ധ പ്രക്ഷോഭങ്ങളോടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പഴയ കേസൊന്നും പിൻവലിക്കാത്തത്? ഇപ്പോഴും ആ കേസൊക്കെ പെൻഡിംഗ് ആണുള്ള. മുഖ്യമന്ത്രി വാക്ക് തന്നല്ലേ കേസ് പിൻവലിക്കുമെന്ന്. ഞങ്ങൾക്കെതിരെ അടക്കമുള്ള കേസുകളുണ്ടല്ലോ, ഒറ്റ കേസ് പിൻവലിച്ചില്ലല്ലോ. BJPയെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി പൗരത്വ നിയമത്തിനെതിരായി നടന്ന പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തവർക്കെതിരായിട്ടുള്ള കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. നൂറുകണക്കിന് കേസുകൾ കേരളത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ. അന്ന് എവിടെയായിരുന്നു ഈ മുഖ്യമന്ത്രിയുടെ ആത്മാർത്ഥത? ഒരു ആത്മാർത്ഥതയിൽ ഇത് കാപഢ്യമാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഞങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരായും കേരള സർക്കാരിനെതിരായും ഉള്ള ജനരോഷം, അതിന്റെ അമർഷം, LDF സ്ഥാനാർത്ഥികൾ ആളുകളെ കാണാൻ പോകുമ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട് എല്ലായിടത്തും നിന്ന്. അല്ലല്ല, അതൊരു തെറ്റായ സമീപനമാണ്.